മോളായിട്ട് ജീവിക്കാൻ നാണല്ലേ ശവമേ? സ്വന്തം ചേച്ചിയുടെ ജീവിതം വെച്ചിട്ടാണോ സിനിമയിൽ ചാൻസ് ചോദിക്കുന്നത്? അച്ഛാ അച്ഛാ ഇതൊന്ന് നോക്കിയേ. ഇവൾക്കൊന്ന് പുതിയ ആലോചന അത്. പുള്ളിക്കാരൻ ഡിവേഴ്സ്ഡാണ്, 2 കുട്ടികളുണ്ട്. പക്ഷെ വിദേശത്താണ് ജോലി. പിന്നെ ഇവളെ കല്യാണം കഴിച്ചോളാന്ന് സമ്മതിച്ചിട്ടുള്ളൂ. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ വേറൊരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റൂല. നിന്റെ ചിന്തയൊന്നും ഇവിടെ ആർക്കും അറിയണ്ട. കിട്ടുന്നതിന് കെട്ടിപ്പോവാൻ നോക്ക്. പിന്നെ ഞങ്ങളുടെ നെഞ്ച് ജീവിക്കാൻ നീ വിചാരിക്കും വേണ്ട. അച്ഛന്റെ പ്രായവും എന്റെ ഭാവി നീ നോക്കണം. ഇയാളെ കണ്ടിട്ട് നല്ല പ്രായം തോന്നുന്നുണ്ടല്ലോ. എത്ര കുട്ടികളാ? 2? എന്റെ മോളെ വീണ്ടും ഒരു നരകത്തിലേക്ക് തള്ളിയിടണം നിനക്ക്. പിന്നെ ഇവള് കേട്ട രാജകുമാരൻ വരുന്നതാണ് അച്ഛൻ വിചാരിച്ചത്. ഒരു ഡിവേഴ്സിക്ക് ഇതന്നെ ധാരാളം. അച്ഛൻ അയാൾ ഒരു പ്രൊഡ്യൂസറാണ്. അടുത്ത പടത്തിൽ എനിക്കൊരു അവസരം തരാൻ ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവളായിട്ട് വരുത്തി വെച്ച കാര്യം ഇവളായിട്ട് തന്നെ തീർക്കട്ടെ. മോളായിട്ട് ജീവിക്കാൻ നാണല്ലേ ശവമേ? സ്വന്തം ചേച്ചിയുടെ ജീവിതം വെച്ചിട്ടാണോ സിനിമയിൽ ചാൻസ് ചോദിക്കുന്നത്? ഇറങ്ങി പോണ എന്റെ മുന്നിൽ നിന്ന്. നിങ്ങൾ ഇവളെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ടിരുന്നോ? അവസാനം നിങ്ങൾ വിഷമിക്കും.